സുഖം തരുന്ന ഒരു ദൂതുമായിട്ട് പോകുന്ന ഹനുമാനാണ് സുന്ദരൻ. അതുകൊണ്ട് ആ കാണ്ഡം സുന്ദരകാന്ഡം. അയാളുടെ ദൂത് കാരണം ശ്രീരാമനും സീതാദേവിക്കും സുഖം കിട്ടി. അതുകൊണ്ടാണ് പിന്നെ ഒരു കാണ്ഡവും നല്ല നല്ലൊരു സകല ചുക്കുകളും വിലത്തിലേക്ക് എന്ന് പറഞ്ഞ നാക്കുളുക്കി വാക്കുകളാണ് കൂടുതലും. നാക്കുളുക്കുന്ന വാക്കുകളാണ് അത് കൂടുതലും. സകല ചുക്കുല വിമല തിലക്കിട്ട കളയെ വരെ അങ്ങനെയല്ല തുടങ്ങുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം അങ്ങനെ ഒരു സുന്ദരമായ കാണ്ഡം. ആരൊക്കെ പറയാൻ പോയാ കഴിഞ്ഞ മടുത്തു. അല്ല, അതൊക്കെ ഈ സവാൽ എന്ന് പറയില്ലേ, ചാലഞ്ച് ഏറ്റെടുക്കുന്നത് എന്നും ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. ഒന്ന് 10 പ്രാവശ്യം പറയുമ്പോ നമ്മുടെ MG ശ്രീകുമാറിന്റെ പാട്ട് പോലെ എന്നൊക്കെ പാട്ട് പാടില്ലേ, അതുപോലെ ചിത്രയുടെ പാട്ട് കേൾക്കാമല്ലോ. ശ്യാമമേഘമേവ യതുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ ഞാനും മോശമായിട്ടൊക്കെ പാടും. നന്നായി പാടും. പാടണം, പാടിയേ പറ്റൂ. പാസി എവിടെ പോയി? ഉഷാമ എന്ന് പറയുമ്പോ പാസി കൂടെ വരും അല്ലേ? ശരിക്കും പെറ്റ പിള്ളേ അല്ല അല്ലേ? ഇറങ്ങിയപ്പോ താങ്ക് യു. ഇത്ര നേരം സഹകരണം നന്ദി. നമസ്കാരം. കുരുക്ഷേത്ര എവിടെയാ നാട്? കോട്ടയം ജില്ല. കോട്ടയം ജില്ല. അവരുടെ സംസാരമാണ് അല്ലേ? ഉഴവൂർ. അല്ലല്ല. പിന്നെ അത്യാവശ്യം ഇതുപോലെ രാമായണം, ഭാരതം, ഭാഗവതം, ഭഗവത്ഗീത ഇതൊക്കെ എന്റെ ചാനലിൽ കയറി നോക്കി. അതിന്റെ അകത്ത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭഗവത്ഗീത പരിഭാഷ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. പിന്നെ എന്റെ അമ്മയുടെ അച്ഛൻ ഭഗവത്ഗീത ചൊല്ലി രാജാവിന്റെ നിന്ന് സമ്മാനമൊക്കെ മേടിച്ചിട്ടുള്ള. അമ്മയുടെ അച്ഛനോ വഴിവിട്ട അച്ഛൻ അങ്ങനെ പോയി വരുമ്പോ റൂട്ട് എവിടെയെങ്കിലും ഒരു ബ്രാഹ്മണരിലെ കാണും. അല്ലാതെ വരാൻ കാരണമില്ല. അമ്മയുടെ അച്ഛൻ ഇളയതായിരുന്നു. ഭഗവത്ഗീത മുഴുവൻ കാണാതിരിക്കും. ഓക്കെ ടീച്ചറെ, ഇറങ്ങിക്കോട്ടെ. ഓക്കെ, പിന്നെ കാണാം. നമ്മുടെ അവസ്ഥയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നമ്മുടെ അവസ്ഥയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ചാനലിൽ വരുമ്പോ പറയാം. എന്താ അവസ്ഥയാ? ഇത് കണ്ടില്ലേ? കടന്നാട്ടല്ലേ? നടക്കാൻ വയ്യ. 70% ചലനവീതിയില് 36 വർഷമായി. ഒരു വൈറസ് ബാധിച്ചതാ. 89. ഓക്കെ, പിന്നെ കാണാം. ഇല്ല, എന്റെ ഗ്രൂപ്പിൽ എന്റെ ചാനൽ പരിചയപ്പെടാം. ഓക്കെ. എന്റെ ചാനലൊക്കെ ലൈവ് കഴിഞ്ഞ് ഞാൻ പയ്യെ പറഞ്ഞു തന്നപ്പോ ടീച്ചറിനെ കണ്ടത്. അന്നേരം ഒന്ന് കയറി. ഓക്കെ, പിന്നെ കാണാം. പറഞ്ഞിട്ടെന്ത് കാര്യമല്ലേ? ഈശ്വരൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് പറയുന്ന നല്ല നാക്ക്, പറഞ്ഞാൽ നാവ് ഉളുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും നല്ല എളുപ്പത്തിൽ തന്നെ പറയുന്ന ഭാഷാശുദ്ധിയുള്ള ഒരു നല്ല മനസ്സാണ്. പക്ഷേ ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൈയും കാലും തളർന്ന് കിടക്കുകയാണ്. കണ്ടിട്ട് ഭയങ്കര വിഷമമായി. ഉഷ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സരിത, അത് ശരിയാണ്. പാസി എവിടെ പോയി? ഉഷാമ സുഖമാണോ? ഓക്കെ, ശ്രീ വർക്കിലാണ്. ഇനി വീണ്ടും ടോപ്പ് ചാറ്റ് മാറ്റണം. ഉഷ കുക്കിംഗ് ചേച്ചി. ഉഷയാണ് ഞാൻ പിൻ ചെയ്തത്. ഓക്കെ, എന്തോ സരിത കിടപ്പിലാണ്. അതെ, അതായത് ബെഡ്. നമ്മുടെ വരുണിൻ്റെ കൂട്ടത്തിൽ വരുണും ഇതന്നെ